രേഷൻ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് ഇറ്റ്സ് അവർ ബിസിനസ് ടു നോ വാട്ട് അതർ പീപ്പിൾ ഡോണ്ട് നോ. മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ, അതായത് ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള 5 സിനിമകളും നൻപകൽ നേരത്തെ മയക്കം, റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, കാതൽ, ടർബോ, ഈ 5 വലിയ വിജയങ്ങൾക്ക് ശേഷം 6ാമത് മമ്മൂക്കയും ഗൗതം വാസുദേവ മേനോനോട് ഒന്നിക്കുന്ന ഒരു സിനിമ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്യുന്നതായിട്ട് ഇന്നലെ തന്നെ മമ്മൂക്കയുടെ പേജിൽ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഇതുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് അതിനകത്ത് കൊടുത്തിരുന്ന വാചകങ്ങളാണ് ഞാനിപ്പോൾ ആദ്യം പറയുന്നത്. ഇറ്റ്സ് അവർ ബിസിനസ് ടു നോ വാട്ട് അതർ പീപ്പിൾ ഡോണ്ട്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് മമ്മൂക്കയുടെ പേജിൽ കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സൺ എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വാക്ക്, നമ്മൾ ആദ്യം പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത് ഇറ്റ്സ് അവർ ബിസിനസ് ടു നോ വാട്ട് അതർ പീപ്പിൾ ഡോണ്ട് നോ എന്ന് പറയുന്ന വാക്കെന്ന് പറഞ്ഞാൽ വിശ്വസാഹിത്യത്തിലെ അതിപ്രശസ്തനായിട്ടുള്ള കുറ്റാന്വേഷകനായിട്ടുള്ള ഷെർലക് ഹോംസിൻ്റെ അദ്ദേഹം ഒരു കൃതിയിൽ പറയുന്ന ഒരു വാചകങ്ങളാണിത്. അതായത് ദ അഡ്വഞ്ചർ ഓഫ് ദ ബ്ലൂ കാർബങ്കിൾ എന്ന് പറയുന്ന ഒരു കൃതിയിൽ അദ്ദേഹം പറയുന്ന വാക്കുകളാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു സൂചന ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്കകത്ത് മമ്മൂക്കയ്ക്ക് വളരെ രസകരമായിട്ട് ഒരു തമാശയുടെ രീതിയിൽ ഉള്ള ഒരു കുറ്റാന്വേഷണ വിദഗ്ധനായിട്ടാണ്, ഒരു കുറ്റാന്വേഷകനായിട്ടാണ് മമ്മൂക്ക ഈ ചിത്രത്തിലെന്ന്. ഇതിനകത്ത് സൂരജ് ആറും നീരജ് ആർ എന്ന് പറയുന്ന 2 പേരാണ് ഇതിൻ്റെ തിരക്കഥ ഒഴുക്കുന്നത്. അതിൽ നീരജ് മുൻപേ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് ഷെർലക് ഹോംസിനോട് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂക്കയുടെ ഈ ചിത്രത്തിലൊന്ന്. അപ്പം അത് ഏതാണ്ട് ശരിയാകുന്ന രീതിയിൽ ആണ് ഈ രീതിയിലുള്ള വാചകങ്ങൾ, ഈ ഒരു പരസ്യവാചകം എന്ന് പറയുന്നത് തന്നെ. എന്തായാലും ആ സിനിമ ഒരു പക്ഷേ ചിലപ്പോൾ ക്രിസ്മസ് റിലീസായിട്ട് വരാൻ സാധ്യതയുണ്ട്. കാര്യം എൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ കുറച്ച് ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ക്രിസ്മസ് റിലീസായിട്ട് ആ സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും മമ്മൂട്ടി കമ്പനിയുടെ മറ്റു വലിയ വിജയങ്ങളായ 5 ചിത്രങ്ങളെ പോലെ തന്നെ ഇത് ഒരു വലിയ വിജയമായി മാറട്ടെ. 6ാമത്തെ ഈ ചിത്രവും കൂടി. താങ്ക് യു.